മൃദംഗവിഷൻ പരിപാടിക്ക് സ്റ്റേഡിയം വിട്ടു നൽകിയതിൽ GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ളയ്ക്കെതിരെ CPI സ്റ്റേഡിയം നൽകിയതും മേൽനോട്ടത്തിൽ പിഴവ് പറ്റിയോ എന്ന കാര്യവും പരിശോധിക്കണം. ആരെയും പ്രത്യേകമായി പിന്തുണയ്ക്കേണ്ട കാര്യമില്ല എന്നും CPI ജില്ലാ സെക്രട്ടറി KM ദിനകരൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഏത് കാര്യത്തിനായാലും അത് നിയമപരമായി തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ മെഗാ ഷോ ഒക്കെ നമ്മുടെ എറണാകുളം പട്ടണത്തിൽ നിരവധി നടക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനൊരു ദാരുണമായ സംഭവം ഉമാ തോമസിന് സംഭവിച്ചു എന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടലോടുകൂടിയാണ് അത് കണ്ടത്. ഇതിന് ഉത്തരവാദികളായ ആരെയും രക്ഷപ്പെടുത്താൻ ആരും ശ്രമിക്കാൻ പാടില്ല. അതിനെ ഒരിക്കലും അംഗീകരിക്കാനും കഴിയാത്ത ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. GCDയുടെ ഭാഗത്തു നിന്ന് എത്രത്തോളം ഇതിനകത്ത് മേൽനോട്ട പിഴവ്, അതോടൊപ്പം തന്നെ ഇത് കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടണ്ടേ? പരിശോധിക്കപ്പെടണം, തീർച്ചയായിട്ടും പരിശോധിക്കണമല്ലോ, സ്വാഭാവികമാണ്. അനുവാദം കൊടുക്കുമ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചേ ചെയ്യാൻ പാടുള്ളൂ. ആരായാലും ചെയർമാൻ്റെ കാര്യങ്ങൾ പറയട്ടെ, നിയമപരമായ അതിൽ നമുക്ക് ആരെങ്കിലും പ്രത്യേകമായി സപ്പോർട്ട് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ആ കാര്യത്തിൽ ഇനി ആർക്കും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഈ ദുരന്തങ്ങൾ GCDയെ പരിശോധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അവിടെ പരിശോധിച്ചിട്ടല്ലേ കൊടുക്കുള്ളൂ. പക്ഷെ അത് ചെയ്തിട്ടില്ല. അത് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റേതായ നടപടികളും കാര്യങ്ങളും ഉണ്ടാവും. അത് അനുഭവിക്കല്ലാതെ വേറെ മാർഗ്ഗമില്ലല്ലോ ആര് ചെയ്താലും. പരിപാടിക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് GCDA ഉദ്യോഗസ്ഥരെ പോലീസ് ചോദ്യം ചെയ്യും. തുടർന്ന് ആവശ്യമെങ്കിൽ ചെയർമാൻ കെ ചന്ദ്രൻപിള്ളയിൽ നിന്നും വിവരങ്ങൾ തേടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, കെ ചന്ദ്രൻപിള്ളയെ CPI തള്ളിയിരിക്കുകയാണ്. കാര്യങ്ങൾ വിശദീകരിക്കട്ടെ എന്നാണ് പറയുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഇതിൽ മൃദംഗവിഷൻ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ചെയ്തത് വലിയ വീഴ്ചയും തെറ്റും ഗുരുതര കുറ്റകൃത്യവുമാണെന്ന് ഇതിനോടകം ബോധ്യമായിട്ടുണ്ട്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവരിൽ മാത്രം ഒതുങ്ങുന്നതാണോ ഈ പ്രശ്നങ്ങളെല്ലാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിൻ്റെ കൂടുതൽ രേഖകളാണ് കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത്. GCDAക്ക് പറ്റിയ അല്ലെങ്കിൽ GCDA ചെയ്ത കാര്യങ്ങൾ സംബന്ധിച്ച് ഒന്ന്, ഒരു അമിത താല്പര്യമെടുത്ത് അവർക്ക് ആ പരിപാടി നടത്താൻ അനുമതി കൊടുക്കുന്നു. മാത്രമല്ല ഈ GCDAയും ഇവരും മൃദംഗവിഷൻ തമ്മിലൊരു കരാറുണ്ടായിരുന്നു. ആ കരാറിൽ പറയുന്ന കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച് നടപ്പാക്കേണ്ടത് GCDA ആയിരുന്നു. അക്കാര്യങ്ങൾ നോക്കേണ്ടത്. അതിലും വലിയ പാളിച്ചയും വീഴ്ചയും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇപ്പോൾ CPI കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നത്. ചന്ദ്രൻപിള്ളയെ തള്ളുകയാണ് CPI. ഇക്കാര്യങ്ങൾ പരിശോധിക്കപ്പെടണമെന്ന് CPI പറയുന്നു. മാത്രമല്ല ഇതിൽ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് CPI വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് പോലീസ് നടപടിയും. പോലീസ് നേരത്തെ GCDAക്ക് ഒരു നോട്ടീസ് കൊടുത്തിരുന്നു. അതായത് ഈ കരാറിൽ പറയുന്നത് പ്രകാരം ഈ പരിപാടിക്ക് അനുമതി നൽകിയപ്പോൾ അവിടെ പരിശോധന നടത്തിയിരുന്നോ മറ്റു കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൽ കൃത്യമായിട്ടുള്ളൊരു മറുപടി GCDA കൊടുത്തിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം GCDA ഒരു നടപടി സ്വീകരിച്ചു. അവരുടെ സൈറ്റ് മാനേജറെ, അതായത് SS ഉഷയെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതായത് അതിൽ ഒരു ജാഗ്രതക്കുറവ്, വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന പ്രാഥമിക ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി വന്നിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥരെയും മറ്റും ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ഈ അനുമതി നൽകിയത്, അതോടൊപ്പം തന്നെ അതിൽ മേൽനോട്ടം വഹിച്ചതിലെ പാളിച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ളവ പോലീസ് ചോദിക്കും, ഉദ്യോഗസ്ഥരെ ചോദിക്കും. അതോടൊപ്പം തന്നെ കെ ചന്ദ്രൻപിള്ളയിൽ നിന്നും വിവരങ്ങൾ തേടുമെന്നാണ് പോലീസ് സംഘം ഇപ്പോൾ അറിയിക്കുന്നത്. അതായത് GCDA കൂടി ഇതിൻ്റെ അന്വേഷണ പരിധിയിൽ വരികയാണ്. എന്തായാലും CPI ചന്ദ്രൻപിള്ളയെ തള്ളുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ മേയർ M അനിൽകുമാർ, CPMന്റെ തന്നെ മേയറാണ് M അനിൽകുമാർ GCDAയുടെ നടപടിയെ ന്യായീകരിക്കാത്ത പ്രതികരണം തന്നെയാണ് നടത്തുക ചെയ്തിട്ടുള്ളത്. അതായത് ഇതിൽ കെ ചന്ദ്രൻപിള്ളയും GCDAയും അവരിലേക്ക് കൂടി ഇത് കോർണർ ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ആരോപണങ്ങൾ എത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ അവർ കൃത്യമായി മോണിറ്റർ ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ അനുമതി കൊടുക്കുന്നത് അത് എസ്റ്റേറ്റ് വിഭാഗം വേണ്ട എന്ന് പറഞ്ഞതാണ്, എന്നിട്ടും ആ രീതിയിൽ അനുമതി കൊടുത്തത്, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കപ്പെടുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അവർക്ക് കൂടി ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ടെന്ന് പകൽ പോലെ വ്യക്തവുമാണ്.